ഭാരവാഹികൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ താരസംഘടനയായ അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടരുകയാണ്. ബൈലോയിൽ വരുത്തേണ്ട സുപ്രധാനമായ മാറ്റങ്ങൾ, മുൻ ഓഫീസ് മാനേജർ അതുല്യ നൽകിയ പരാതിയിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ സ്വീകരിക്കേണ്ട നടപടികളുമാണ് യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടകൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ചതാണ് ഈ നിർണായകമായ യോഗം. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിതിൻ, അപ്പോൾ സ്ത്രീകൾ അമ്മയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് ശ്വേതാ മേനോൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും അതോടൊപ്പം ഉണ്ണി ശിവപാൽ ട്രഷററാണ്. ഇവർ അഴിമതി നടത്തുന്നു, കുപ്രചരണങ്ങൾ നടത്തുന്നു, തമ്മിലടിപ്പിക്കുന്നു, ഒരുപാട് ആരോപണങ്ങളാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? ഷിഹാസ്, താരസംഘടനയായ അമ്മയിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിനു ശേഷം വലിയ വിഭാഗീയത അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഓഫീസ് മാനേജറായിരുന്ന അതുല്യ പരാതി നൽകിയതിനെ തുടർന്ന് അത് മറനീക്കി പുറത്തു വരികയും ചെയ്തിരുന്നു. അതുല്യക്കെതിരായ നടപടി അത് 2 പേർ മാത്രം തീരുമാനിച്ചെടുത്തതാണ്. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് തന്നെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി, അതവിടെ വലിയ ചർച്ചയായി. അതിനെ തുടർന്നാണ് അന്ന് ട്രഷററായിരുന്ന ഉണ്ണി ശിവപാലിനെ നിർബന്ധിത അവധിയിൽ വിടുന്നത്. പക്ഷേ അന്ന് ഉണ്ണി ശിവപാലിനെതിരെ കടുത്ത നടപടിയെടുക്കാത്തത് വലിയ ചർച്ചയായി. ഒപ്പം തന്നെ ഈ പരാതിയിൽ പ്രധാനമായും പേര് പരാമർശിച്ചിരുന്ന ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതും അന്നവിടെ വലിയ ചർച്ചയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപ് ഭാരവാഹിയായിരുന്ന നടൻ ബാബുരാജ് ഇതിൽ വലിയ വിമർശനമുയർത്തി. നിലവിലെ ഭരണസമിതിക്കെതിരെ, അതായത് അവിടെ വലിയ കുത്തഴിഞ്ഞ വ്യവസ്ഥയാണ് നടക്കുന്നത്, ഒന്നിനും കൃത്യമായ കണക്കുകളില്ല, വലിയ ദൂർത്ത് നടക്കുന്നു, അവിടെ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ബാബുരാജ് ഉന്നയിച്ചു. തുടർന്ന് ഇന്നലെ ടിനി ടോം, നിലവിൽ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ടിനി ടോം ഭരണസമിതിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. അഡ്മിനിസ്ട്രേഷനിൽ പരിചയക്കുറവുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വരവ് ചിലവ് കണക്കുകൾ ബോധിപ്പിക്കുന്നില്ല, പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പാണെന്ന് ടിനി ടോം ആഞ്ഞടിക്കുന്നു. ഒരു കാര്യങ്ങളും പ്രസിഡന്റ് അറിയുന്നില്ല, ആരാണ് തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയുന്നില്ല. ഇത് കൃത്യമായി 2 പേർ ചേർന്നാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് പറഞ്ഞു. അത് ട്രഷറിനെയും ഒപ്പം ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും മുന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ടിനി ടോം പറഞ്ഞത്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ദൂർത്ത് നടക്കുന്നുവെന്നും ടിനി ടോം പറയുകയും ചെയ്തു. ഏതായാലും ഇതിനെ തുടർന്ന് ഈ അതുല്യക്കൊപ്പം തന്നെ മറ്റൊരാൾ കൂടി പരാതി നൽകിയിരുന്നു. ഈ പരാതികൾ പഠിക്കാനും ഒപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാനുമാണ് അടിയന്തരമായൊരു എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് വിളിച്ചിട്ടുള്ളതിൽ പ്രധാനമായും ബൈലോ മാറ്റുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയൊരു ബൈലോ കൊണ്ടുവരുന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിച്ച ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പ്രസിഡന്റ് പദവി, നേരത്തെ മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് സമയക്കുറവുള്ളത് കൊണ്ട് ഇടവേള ബാബുവിനായിരുന്നു ഈ സംഘടനയിലെ പരമാധികാരം. അതിനുവേണ്ടി ജനറൽ സെക്രട്ടറിക്ക് പരമാധികാരം നൽകുന്നൊരു നിയമം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ അമർഷമുണ്ടാക്കുന്ന ഒരു സംഗതി വന്നിരിക്കുന്നത് പ്രസിഡന്റായ ശ്വേതാ മേനോന് ഒരു തരത്തിലും അവിടെ അധികാരമില്ല. അവിടെ അധികാരം മുഴുവൻ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനാണ്. അതുകൊണ്ട് അതിനെ മാറ്റാനായി പ്രസിഡന്റിന് തിരികെ അധികാരം നൽകാനായി ഒരു ബൈലോ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ അതുല്യ നൽകിയ പരാതിയിൽ കുക്കു പരമേശ്വരനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ യോഗം അവസാനിക്കുമ്പോൾ ആ നടപടി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അടുത്ത ജനറൽ ബോഡിയിലേക്ക് കുക്കു പരമേശ്വരനെതിരെയുള്ള നടപടിയെടുക്കാനുള്ള തീരുമാനം കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും വലിയ ഭിന്നത സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പ്രത്യേകിച്ച് കുക്കു പരമേശ്വരൻ അടക്കമുള്ള ചില ആളുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് അൻസിബ ഹസൻ പറഞ്ഞാലും അൻസിബ ഹസൻ അടക്കം രാജിവെച്ചത് ഈ കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരുടെ ചില വ്യക്തി താല്പര്യങ്ങൾ, അങ്ങനെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന കാര്യം കൃത്യമായി അവിടെയുള്ളവർക്ക് അറിയാം. ഏതായാലും ഈ അടിയന്തര സ്വഭാവമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് നിതിൻ, ഇത്ര മണിക്കൂറുകളൊന്നും സാധാരണഗതിയിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നീണ്ടു പോവാറില്ല. അത് തന്നെ കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. 2 മണിക്ക് തുടങ്ങിയ ഒരു യോഗമാണ്, ഇപ്പോഴത്തെ 8 മണിക്കൂറും പിന്നിട്ട് യോഗം പുരോഗമിക്കുകയാണ്. വലിയ ആരോപണങ്ങളാണ്. ധൂർത്ത്, അഴിമതി, കുപ്രചരണം, പരസ്പരം തമ്മിൽ തല്ലിക്കൽ, ഒരു സംഘടനയെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പോലും സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇപ്പോഴും സംഘടനയുടെ നേതൃത്വത്തിലുള്ള ടിനി ടോം, അതോടൊപ്പം മുൻപ് സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിട്ടുള്ള ബാബുരാജ് അടക്കമുള്ളവരാണ്. അപ്പോൾ ചർച്ചകൾ തുടരട്ടെ, തീരുമാനം ഉണ്ടാവട്ടെ. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഗുജറാത്തിൽ 2000 രൂപ വീട് വാടക നൽകാൻ കഴിയാതിരുന്നതിനാൽ ഉടമയ്ക്ക് ഭാര്യയെയും മകളെയും ബലാത്സംഗം ചെയ്യാൻ അനുവദിച്ച് ഗൃഹനാഥൻ. ഭാര്യയുടെ മാതാവിന്റെ പരാതിയിൽ കേസെടുത്ത് ഗുജറാത്ത് പോലീസ്. ഇരുവരും പോലീസ് കസ്റ്റഡിയിലുണ്ട്.